ഗുഡ് മോർണിംഗ് ഓൾ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്വിക്ക് സോർട്ടാണ്. ക്വിക്ക് സോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസെർഷൻ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ബബിൾ സോർട്ടൊക്കെ പഠിച്ചു. അടുത്താണ് ക്വിക്ക് സോർട്ട് പഠിക്കുന്നത്. ക്വിക്ക് സോർട്ടിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് വെച്ചിട്ടാണ്. സാധാരണ അൽഗോരിതത്തിനെ പോലെയല്ല, ഇച്ചിരി കൂടെ വലിയ ഡേറ്റാസ് കിട്ടണമെങ്കിൽ നമ്മൾ ക്വിക്ക് സോർട്ട് ചെയ്യുന്ന ബേസിക് കൺസെപ്റ്റ് ഇതാണ്. നമ്മളൊരു എലമെൻറ്റ് പിവോട്ട് എലമെൻറ്റായിട്ട് കൺസിഡർ ചെയ്യും. ആ എലമെൻറ്റിൻ്റെ ലെഫ്റ്റിലുള്ള അറേക്കകത്തുള്ള എല്ലാം ലെസ് വാല്യൂവും റൈറ്റിലുള്ള ഇതെല്ലാം ഗ്രേറ്റർ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് പല പല കുഞ്ഞു കുഞ്ഞു അറേസ് ആക്കി മാറ്റും. ഇതിനെ ഡിവൈഡ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു അറേസ് ആക്കി മാറ്റും. ഇതിനെ സെപ്പറേറ്റ് സോൾവ് ചെയ്ത് ലാസ്റ്റ് ഇതിനെ എല്ലാത്തിനും മെർജ് ചെയ്യുന്നതിനാണ് ക്വിക്ക് സോർട്ട് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് മെർജ് സോർട്ടും ക്വിക്ക് സോർട്ടും ചെയ്യുന്നത് ഇത് തന്നെ. പക്ഷേ ക്വിക്ക് സോർട്ടിൽ നമ്മളൊരു പിവോട്ട് എലമെൻറ്റ് എടുത്തിട്ട് അതിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക എല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് ക്വിക്ക് സോർട്ട് എന്നുള്ളത്. ഓക്കെ, ഇവിടെ നോക്കി, ഇതാണ് എൻ്റെ ഒരു അറേ. അതായത് നമ്പർ ഓഫ് 5 6 8 5 3 8 6 2 7 ഇതിനെയാണ് എനിക്ക് സോർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിനെ പിവോട്ട് എലമെൻറ്റായിട്ട് എടുക്കും. ഇഷ്ടമുള്ള എലമെൻറ്റ് പിവോട്ട് എടുക്കാം, ലാസ്റ്റ് എടുക്കാം, ഫസ്റ്റ് എടുക്കാം, മിഡിലായിട്ടുള്ള എലമെൻറ്റ് എടുക്കാം, റാൻഡമായിട്ട് എലമെൻറ്റ് നമുക്ക് പിവോട്ടായിട്ട് എടുക്കാം. അത് വെച്ചിട്ട് ബാക്കി നമ്മൾ ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഈസി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈസി ആയിട്ട് എടുക്കുന്ന ഫസ്റ്റ് എലമെൻറ്റിനെ പിവോട്ടായിട്ട് എലമെൻറ്റായിട്ട് എടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ പിവോട്ട് എലമെൻറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കഴിഞ്ഞ് വരുന്ന എലമെൻസിനെ, അതായത് അറേയുടെ തന്നെ സ്റ്റാർട്ടിങ് എലമെൻറ്റ്, പിവോട്ട് കഴിഞ്ഞുള്ള സ്റ്റാർട്ടിങ് എലമെൻറ്റിനെ ഞാൻ ഐ ആയിട്ട് അസ്യൂം ചെയ്യും. ബാക്കിൽ നിന്നുള്ള, അതായത് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന എലമെൻറ്റിനെ ജെ ആയിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, ഇതിനെ ഐ ആയിട്ട് അസ്യൂം ചെയ്യും, ഇതിനെ ജെ ആയിട്ട് അസ്യൂം ചെയ്യും. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ നോക്കും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് നോക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത്, കേസ് 1. ഓക്കെ, ഓരോ കേസായിട്ട് പറയാം. ഫസ്റ്റ് എനിക്ക് നോക്കേണ്ട കണ്ടീഷൻ, എൻ്റെ പിവോട്ട് എലമെൻറ്റ് ഗ്രേറ്റർ ആയിരിക്കണം ആരെക്കാളും, ഐയെക്കാളും. അതായത് ഐ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് വാല്യൂസും ജെ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ വാല്യൂ ആയിരിക്കണം. പിവോട്ടിനേക്കാളും ലെസ് വാല്യൂ ആയിരിക്കണം ഐ, ഗ്രേറ്റർ വാല്യൂ ആയിരിക്കണം ജെ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കും, പിവോട്ടിനേക്കാളും ലെസ് വാല്യൂ ആണ് ഐ എങ്കിൽ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. ഒന്നും ചെയ്യത്തില്ല, ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. ഇനി കേസ് 2 എന്ന് പറഞ്ഞാൽ, കേസ് 2 ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന്, പിവോട്ട് എലമെൻറ്റിനേക്കാളും ലെസ്സാണ്, ഗ്രേറ്റർ ഐയിൽ ജെ ആണ്. ഓക്കെ, കേസ് 2 എന്ന് പറയുന്നത് എന്താണ്, പി എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ജെ. അപ്പോൾ ജെ എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കണം. ഓക്കെ, ജെ ഗ്രേറ്റർ ആണെങ്കിൽ ജെയുടെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്തു, ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തും പോകും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഐ. ഓക്കെ, ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷനിൽ ഐ എന്ന് പറയുന്നത് എന്താണ്, പി എന്ന് പറയുന്നത് പിവോട്ട് എലമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് പിവോട്ട് എലമെൻറ്റ് 5 ഈസ് ഗ്രേറ്റർ ദാൻ 3 ആണല്ലോ. ആണെങ്കിൽ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ ഇപ്പോൾ ഐയുടെ വാല്യൂ 1ലാണ് ഇരിക്കുന്നത്. ഇത് 0, ഇത് 1 2 3 4 5. ഐയുടെ വാല്യൂ ഇപ്പോൾ 1ലാണ് ഇരിക്കുന്നത്. ഐ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. അതായത് ഇവിടെ നിന്ന് ഞാൻ മാറി എങ്ങോട്ട് വരണം, ഇവിടെ വന്നു. ഓക്കെ, ഇതാണ് എൻ്റെ പുതിയ ഐ. അപ്പോൾ പുതിയ ഐ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഐയുടെ വാല്യൂ 2 എന്നിട്ട് നമ്മൾ നോക്കിയേ, 5 ഈസ് ഗ്രേറ്റർ ദാൻ 8 ആണോ, അല്ല അല്ലേ. ഈ കണ്ടീഷൻ ട്രൂ ആയില്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ഐയുടെ വാല്യൂ 2 ആയിട്ട് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത് നോക്കും, തിരിച്ച് നോക്കാം, ജെ നോക്കാം. ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ് കിട്ടിയിരിക്കുന്നത്. ജെയുടെ വാല്യൂ 7 ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യേണ്ടത്, പിവോട്ട് എലമെൻറ്റ് 5 ഈസ് ലെസ് ദാൻ 7 ആണല്ലോ, ആണ്. അപ്പോൾ നമ്മൾ ജെയുടെ വാല്യൂ എന്ത് ചെയ്യും, 5 ആയിരുന്നു, അതിൽ നിന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് ജെയുടെ വാല്യൂ 4 ആയി. ഇപ്പം നമ്മുടെ ജെ വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ജെ മാറി, ഇതാണ് എൻ്റെ പുതിയ ജെ. ഇനി അടുത്ത ഞാൻ നോക്കും, 5 ഈസ് ഗ്രേറ്റർ ദാൻ 2 ആണോ, അല്ല. അപ്പോൾ ജെയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ജെയുടെ വാല്യൂ നമ്മൾ 4 ആയപ്പോൾ 5 ഈസ് ലെസ് ദാൻ 2 അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ വന്നപ്പോൾ ഈ എലമെൻറ്റ് ഐ എന്ന് പറയുന്നത് ഗ്രേറ്ററുമായി ജെ എന്ന് പറയുന്നത് ലെസ്സുമായി. അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പ്രോസസ്സ് ചെയ്യും. അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ തമ്മിൽ അങ്ങ് മെർജ് ചെയ്യും. ഓക്കെ, ഇവർ തമ്മിൽ മെർജ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഐയും ജെയും കൂടെ സാപ്പ് ചെയ്യും. മെർജല്ല, സാപ്പിങ്. ഐയും ജെയും കൂടെ സാപ്പ് ചെയ്യും. ഇപ്പോൾ ഐക്കകത്തുള്ള എലമെൻറ്റ് ഏതാണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന എലമെൻറ്റ് ഏതാണ്, 8. ദെൻ ജെയ്ക്കകത്തുള്ളത് 2.
ഇനി 8ഉം 2ഉം കൂടെ നമ്മൾ സ്വാപ്പ് ചെയ്യും. സ്വാപ്പ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഐ എന്ന് പറയുന്ന ഗ്രേറ്റർ വാല്യൂ കിട്ടി, പിവോട്ടിനേക്കാളും ഗ്രേറ്റർ ആയി. ജെ എന്ന് പറയുന്ന പിവോട്ടിനേക്കാളും ലെസ് ആയി. ഈ കേസിൽ ഐനെയും ജെയും തമ്മിൽ സ്വാപ്പ് ചെയ്യും. സ്വാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഐ ഇരിക്കുന്നിടത്ത് ജെ ആക്കും, ജെ ഇരിക്കുന്നിടത്ത് ഐ ആക്കും. അപ്പോൾ നമ്മുടെ അറേ എന്ന് പറഞ്ഞാൽ 5 3 8ൻ്റെ അടുത്ത് 2 ആയി, ദെൻ 6 5 3 2 6 8 7 ഇങ്ങനെ എൻ്റെ പുതിയ അറേ കണ്ടോ. പക്ഷേ പിവോട്ട് എലമെൻറ്റ് അപ്പോഴും ആര് തന്നെയാണ്? 5 തന്നെയാണ് പിവോട്ട് എലമെൻറ്റ്. ഐ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഐ, ഇതാണ് നമ്മുടെ ജെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമ്മൾ അടുത്ത വീണ്ടും നോക്കും. അടുത്ത വീണ്ടും കണ്ടീഷൻ പഴയതുപോലെ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 എന്ന് പറയുന്നത് എന്താണ് നോക്കും? ലെസ് എലമെൻറ്റ്, 5നേക്കാളും ലെസ്സാണ് 2 എന്ന് പറയുന്നത്, പ്രോബ്ലം ഇല്ല. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ഗ്രേറ്റർ വാല്യൂ കിട്ടി, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഐയുടെ വാല്യൂ ഇവിടെ എത്തിയപ്പോൾ ഗ്രേറ്റർ വാല്യൂ ആയി. ഇപ്പോൾ 0 1 2 3 4 5 ഇതാണല്ലോ നമ്മുടെ അറേക്കകത്തുള്ള ഇൻഡെക്സസ്. അപ്പോൾ ഇപ്പോൾ ഐയുടെ വാല്യൂ 3ൽ നിൽക്കുകയാണ്, 3 എന്ന് പറയുന്ന ഇൻഡെക്സിൽ നിൽക്കുകയാണ്. ഇനി നമ്മൾ ജെ ഡിക്രിമെൻ്റ് ആവും. ജെ 5 എന്ന് പറയുന്നത് 5 ഈസ് ലെസ് ദാൻ 8 തന്നെ. സോ ജെ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും. ഇവിടെ ജെ ഗ്രേറ്റർ തന്നെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നുകൊണ്ട് ജെയെ നെക്സ്റ്റ് കൊണ്ടുവന്നു. നെക്സ്റ്റ് കൊണ്ടുവന്നപ്പോൾ ഇതും ഗ്രേറ്റർ തന്നെയാണ് ജെ. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് വേണ്ട, വീണ്ടും ഇപ്പുറത്തോട്ട് വന്നു ജെ ഇവിടെ എത്തി. അപ്പോൾ നോക്കിയേ, ഇവിടെ വരുന്ന കേസിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ജെ എന്ന് പറയുന്നത് ഇവിടെയും ഐ എന്ന് പറയുന്നത് ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, അതായത് ജെയുടെ വാല്യൂ കൂടി ഐയുടെ വാല്യൂ കുറവ്. ഇതുവരെ ഉള്ളതെല്ലാം ജെയുടെ വാല്യൂ, അതായത് ഇൻഡെക്സ് ആണ്, ജെയുടെ ഐയുടെ ഇൻഡെക്സ് ആണ്. നമ്മൾ ജെ എന്ന് പറയുന്ന ലാസ്റ്റിൽ നിന്ന് തുടങ്ങുമ്പോൾ ജെയുടെ വാല്യൂ കൂടുതലായിരിക്കും, ഐയുടെ വാല്യൂ ഫസ്റ്റിൽ നിന്ന് തുടങ്ങുമ്പോൾ 0 1 2 3. ഇതാണെങ്കിൽ നമ്മളിപ്പോൾ എൻ ആണെങ്കിൽ n-1 ഇങ്ങനെയാണ് പോകുന്നത്. എപ്പോഴെങ്കിലും ഇത് തമ്മിൽ ക്രോസ് ചെയ്യുകയോ ഇത് തമ്മിൽ ഈക്വൽ ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ജെ ഇരിക്കുന്ന അവിടെ വെച്ച് നമ്മളിതിനെ മെർജ് ചെയ്യും. ഇതിനെ സോപ്പ് ചെയ്യും, മെർജല്ല സോപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? നമ്മളിവിടുത്തെ ജെ ഇരിക്കുന്ന സ്ഥലം ഏതാണ്? നമ്മുടെ 2 ആണ്. ഓക്കെ, 2 എന്ന് പറയുന്ന പൊസിഷൻ 2 ഇരിക്കുന്ന അവിടെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ 2നെയും ഈ 5നെയും കൂടെ സോപ്പ് ചെയ്യും. സോപ്പ് ചെയ്യുമ്പോൾ 2 3 5 6 8 7. അപ്പോൾ നമുക്ക് അടുത്ത അറേ കിട്ടിയപ്പോൾ നമ്മൾ പിവോട്ട് എലമെൻറ്റ് 5 ആണല്ലേ. 5ൻ്റെ ഈ സൈഡെല്ലാം ലെസ്സും ആയി, ഈ സൈഡെല്ലാം ഗ്രേറ്ററും ആയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ സോർട്ട് ചെയ്യും. തൽക്കാലം ഇതിലിപ്പോൾ സോർട്ടിങ്ങിൻ്റെ ആവശ്യമില്ല, ഇതിപ്പോൾ സോർട്ടായിരിക്കുകയാണ്. സോ ഇവിടെ വെച്ച് അൽഗോരിതം എക്സിറ്റ് ആയിപ്പോൾ. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. എക്സാമ്പിളോട് നോക്കിയാൽ അപ്പോൾ മനസ്സിലാവും. ഇതാണ് നമ്മുടെ അറേ ആണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെ, ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് എലമെൻറ്റ് ഞാൻ പിവോട്ട് എലമെൻറ്റായിട്ട് എടുത്തു, പിവോട്ട് എലമെൻറ്റായിട്ട് എടുത്തു. ഇതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന. പിവോട്ടിനേക്കാളും ലെസ്സാണ് 3, കുഴപ്പമില്ല, നമുക്ക് അവിടെ നിന്ന് ചാടി നമ്മൾ ഇപ്പുറത്ത് വന്നു. ഇത് പിവോട്ടിനേക്കാളും ഗ്രേറ്ററാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നോക്കും. ആദ്യത്തെ എലമെൻറ്റ് നോക്കുമ്പോൾ തന്നെ പിവോട്ടിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം അല്ലേ. ജെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ സൈഡ് എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കണം. ഇത് ഗ്രേറ്ററാണ്, പിവോട്ടിനേക്കാളും ലെസ്സാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വെച്ച് സാപ്പിംഗ് നടത്തണം. ഇവിടെ വെച്ച് സാപ്പിംഗ് നടത്തുമ്പോൾ 9 അതുപോലെ നിൽക്കും. 3 1 5 2 10. ഓക്കെ, ഇതാണ് എൻ്റെ പുതിയ ജെ. ഇത് തന്നെ എനിക്ക് എൻ്റെ ഐയും ജെയും സെയിം തന്നെയാണ്. അടുത്ത ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഐ നോക്കും, ലെസ് വാല്യൂ ആണ്, കുഴപ്പമില്ല. ഞാൻ നേരെ അപ്പുറത്ത് പോകുന്നു. 5 അവിടെ ലെസ് വാല്യൂ ആണ്, കുഴപ്പമില്ല. ഞാൻ ഐ അപ്പുറത്തോട്ട് പോയി. അവിടെ വരുമ്പോഴത്തേക്ക് ലെസ് വാല്യൂ ആണ്, പ്രോബ്ലം ഇല്ല. ഐ അപ്പുറത്തോട്ട് വന്നു. അപ്പുറത്തോട്ട് വരുമ്പോൾ ഗ്രേറ്റർ വാല്യൂ ആണ്, പക്ഷേ ഐ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ജെ നോക്കും. ജെ ഇവിടെയല്ലേ നിൽക്കുന്നത്, ജെ ഇപ്പുറത്തോട്ട് വന്നു. ജെ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്? 9നേക്കാളും ലെസ് വാല്യൂ ആണ്. എപ്പോഴും ഗ്രേറ്റർ വാല്യൂ ആയിരിക്കണം ജെ. ഇപ്പോൾ ജെ ഇവിടെ ലെസ് വാല്യൂ ആയിപ്പോയി. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ജെ, ഇതാണ് എൻ്റെ പുതിയ ഐ. പക്ഷേ നോക്കിക്കേ, ഐയും ജെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞില്ലേ. ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ജെ ഇരിക്കുന്നിടത്ത് നമ്മൾ എന്താകും? പിവോട്ട് എലമെൻ്റ് ആക്കി കൊണ്ടുവരും. അപ്പോൾ ഇവിടെ എന്തിനെ കൊണ്ടുവരും? 9നെ കൊണ്ടുവരും. അപ്പോൾ 2 നമുക്ക് പുതിയ അറേ എങ്ങനെ കിട്ടും? പുതിയ അറേ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 then 3 1 5
2 ഇരിക്കുന്നിടത്ത് 9 ആക്കി, 9 10. ഓക്കെ, ഇതായി എൻ്റെ പിവോട്ട് എലമെൻറ്റ്. ഇവിടെ എനിക്ക് ലെസ് വാല്യൂ കിട്ടി, ഇവിടെ എനിക്ക് ഗ്രേറ്റർ വാല്യൂ കിട്ടി. പിവോട്ടിനേക്കാൾ ലെസ് വാല്യൂ ഇവിടെയും ഗ്രേറ്റർ വാല്യൂ ഇവിടെയും. ഇനി എന്ത് ചെയ്യുന്നു? ഇനി ഇത് പുതിയൊരു അറേ ആക്കി എടുക്കും. ഇതിനെ പിവോട്ടാക്കി എടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിനെ പിവോട്ടാക്കും. ഏതിനെ? P2നെ പിവോട്ടാക്കി നമ്മൾ നോക്കും. P2നെ പിവോട്ടാക്കി ഇവിടെ ലെസ് വാല്യൂ ആയിരുന്നു വരേണ്ട, I ആക്കി ഇതിനെ J ആക്കും. പുതിയ J ഇതായി. അപ്പോൾ നോക്കുമ്പോൾ 2 എന്ന് പറയുന്നത് ലെസ് വാല്യൂ ആയിരുന്നു I എന്ന് പറയുന്നത് ലെസ് വാല്യൂ അല്ല വന്നത്, ഗ്രേറ്റർ വാല്യൂ. അപ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇത് ഗ്രേറ്റർ വാല്യൂ തന്നെ, പ്രോബ്ലം ഇല്ല. J ഇവിടെ നിന്ന് നീങ്ങി ഇപ്പുറത്ത് വന്നിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ലെസ് വാല്യൂ ആണ്, ഗ്രേറ്റർ വാല്യൂ ആയിരുന്നു J വരേണ്ടത്. അപ്പോൾ ഇവർ തമ്മിൽ സ്വാപ്പ് ചെയ്യും. അപ്പോൾ 3 1 2 3 1 5 എന്ന് കിട്ടി. ഇതെൻ്റെ പിവോട്ട് തന്നെ ആയിരിക്കും. ഇനി അടുത്ത എൻ്റെ I ഇതാണ്, എൻ്റെ J ഇതാണ്. I ലെസ് വാല്യൂ തന്നെ. J എന്ന് പറയുന്നത് ലെസ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. J ഗ്രേറ്റർ വാല്യൂ ആയിരിക്കാനുള്ളതാണ്. അപ്പോൾ J ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ വരും. ഇവിടെ വരുമ്പോഴത്തേക്ക് രണ്ടുപേരും ക്രോസ്സായി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ സ്വാപ്പ് ചെയ്ത് ഇവിടെ 2 വന്നു. അങ്ങനെ നമ്മൾ ചെയ്തു പോകും. ഓക്കെ, കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഫസ്റ്റ് ഇതാണ്, ഇതിനെ ക്വിക്ക് സോർട്ട് എന്ന് പറയുന്നത്. ക്വിക്ക് സോർട്ടിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? സോർട്ടിങ് അൽഗോരിതം തന്നെ ചെയ്യുന്നത്. കുറച്ചും കൂടെ പെർഫോമൻസ് കൂടാൻ വേണ്ടിയിട്ടാണ് ക്വിക്ക് സോർട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് O(n log n) ആയിരിക്കും അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് മെർജ് സോർട്ടും ക്വിക്ക് സോർട്ടും. നമുക്ക് ഇനി അൽഗോരിതം പറയാം. ഒരു അറേ അകത്ത് ഒരു എലമെൻറ്റിനെ നമ്മൾ എടുക്കും. ആ എലമെൻറ്റിനെ തന്നെ റിട്ടേൺ ചെയ്യുന്ന എലമെൻറ്റാണ് പിവോട്ട് എലമെൻറ്റ്. അതെങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞാൽ, ഒരു എലമെൻറ്റിനെ പിവോട്ട് എലമെൻ്റ് ആക്കി എടുക്കും. അത് വെച്ചിട്ട് 2 അറേയായിട്ട് പാർട്ടീഷൻ ചെയ്യും. എലമെൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പിവോട്ട് ആണെങ്കിൽ അതിനെ ലെഫ്റ്റിലോട്ടും, ഗ്രേറ്റർ ദാൻ പിവോട്ട് എന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ടും വരും. എന്നിട്ട് ഈ 2 സബ് അറേസിനെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് റിസൾട്ടിനെ പബ്ലിഷ് ചെയ്യും. അപ്പം ഇവിടെ നടക്കുന്ന അൽഗോരിതം ഇതാണ്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ക്വിക്ക് സോർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ലോയും ഹൈയും, അതായത് 0 ടു അറേയുടെ ലാസ്റ്റ് ലെന്തും സ്റ്റാർട്ട് ചെയ്തു. ലോ എന്ന് പറയുന്നത് 0 ആക്കി, ഹൈ എന്ന് പറയുന്നത് ആ അറേയുടെ ലാസ്റ്റ് എലമെൻറ്റ് വരെ എടുത്തു. എന്നിട്ട് ലോ ലെസ് ദാൻ ഹൈ ആവുന്നു, അതായത് നമ്മൾ ഐയും ചെയ്യും എടുത്തില്ലേ, അത് ക്രോസ് ചെയ്യുന്നവരല്ലേ ചെയ്യുന്നത്. അതാണ് നമ്മൾ നോക്കുന്നത്. ലോ ലെസ് ദാൻ ഹൈ എപ്പോഴും 0 ആയിരിക്കും, മറ്റടുത്ത് n-1 ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാർട്ടീഷൻ ചെയ്യും. ലോയും ഹൈയും കൂടെ പാർട്ടീഷൻ ചെയ്തിട്ട് നമ്മൾ മിഡിൽ എലമെൻറ്റ് എടുക്കും, അതായത് പിവോട്ട് എലമെൻറ്റ് എടുക്കുമെന്നാണ് ഇതിൻ്റെ മീനിങ്. എന്നിട്ട് വീണ്ടും ക്വിക്ക് സോർട്ട് ചെയ്യും. എവിടെ നിന്നുകൊണ്ട് ക്വിക്ക് സോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഒരു പിവോട്ട് എലമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, P എന്ന് പറയുന്ന പിവോട്ട് എലമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോ മുതൽ ഇതാണ് എൻ്റെ മിഡ് എലമെൻറ്റ്. ഓക്കെ, മിഡിൽ -1 വരെ ചെയ്യും. ഇതാണ് എൻ്റെ ലോ. ഓക്കെ, ലോ മുതൽ മിഡിൽ -1 വരെ ചെയ്യും. അടുത്ത് എന്ത് ചെയ്യുന്നു? ഈ മിഡിലിനെ ചെയ്യണോ? വേണ്ട, മിഡിൽ +1 മുതൽ ഹൈ വരെ ചെയ്യും. ഓക്കെ, ഇതാണ് മിഡ്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും സോർട്ട് ചെയ്യുന്ന? ലോ തൊട്ട് മിഡിൽ -1 വരെയും മിഡിൽ +1 തൊട്ട് ഹൈ വരെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഈ അൽഗോരിതത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇനി പാർട്ടീഷൻ എന്താണെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. പാർട്ടീഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ, പാർട്ടീഷൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ പാർട്ടീഷനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോയും ഹൈയും, അതായത് ഏതാണോ ലോ ഇപ്പോൾ പുതുതായിട്ട് കിട്ടണമെങ്കിൽ അത് ലോയും ഹൈയും ഏതായാലും കിട്ടും. ആ ലോയെ ഞാൻ എടുത്ത് ഐയിലോട്ട് വെച്ച്, ഹൈ എടുത്ത് ഞാൻ ജെയിലോട്ട് എടുത്ത് വെച്ച്, എന്നിട്ട് ഓഫ് ലോ, അതായത് ആദ്യത്തെ എലമെൻറ്റിനെ പിവോട്ടായിട്ട് എടുത്ത്, ഇവിടെ എക്സ് എന്ന് പറയുന്ന പിവോട്ടാണ്. ഓക്കെ, പിവോട്ടായിട്ട് എടുത്തു. ആദ്യം നമ്മൾ നോക്കും ഐ ലെസ് ദാൻ ജെ ആണോ നോക്കും. ആണെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിലാണ് ഈ ജെ അങ്ങ് റിട്ടേൺ ചെയ്യുന്നത്. എപ്പോഴും ക്രോസ് ചെയ്യുന്ന സമയം ജെയെ റിട്ടേൺ ചെയ്ത് അത് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്താണ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓഫ് ഐ ആദ്യം നമ്മൾ നോക്കുന്നു. ഓഫ് ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ, അതായത് പിവോട്ട് എലമെൻറ്റിനേക്കാളും ലെസ് ആണ് ഓഫ് ഐ ആണെങ്കിൽ ഐ ലെസ് ദാൻ, അതായത് എപ്പോഴും ഐ എന്ന് പറയുന്നത് ലെസ് എലമെൻ്റ് ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഐയെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. എപ്പോഴെങ്കിലും ഈ കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ, അതായത് പിവോട്ട് എലമെൻറ്റിനേക്കാളും ഗ്രേറ്റർ എലമെൻ്റാണ് ഐയിൽ വന്നാൽ ഫാൾസ് ആയില്ലേ. ഫാൾസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് എക്സിറ്റ് ആവും. അടുത്ത ജെ നോക്കും, തിരിച്ചെന്ന് പറഞ്ഞാൽ ഈ സെയിം അൽഗോരിതത്തിന് തന്നെ തിരിച്ചിട്ടാൽ മതി. ഇവിടെ ഐ യൂസ് ചെയ്യുന്ന ഇവിടെ ജെ യൂസ് ചെയ്യുക, ഇവിടെ ലെസ് ദാൻ യൂസ് ചെയ്യുന്ന ഇവിടെ ഗ്രേറ്റർ ദാൻ യൂസ് ചെയ്യണം. ഇവിടെ ജെ യൂസ് ചെയ്തു. ഓക്കെ, ജെ മൈനസ് ചെയ്തു. ഓക്കെ, അതായത് അല്ലാത്തപ്പോൾ ജെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ എന്ത് നോക്കുന്നു? ഐ ലെസ് ദാൻ ജെ തന്നെയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഐക്ക് ഒരു ജെയ്ക്ക് ഒരു വാല്യൂ കിട്ടി. നേരത്തെ നമ്മൾ ഐക്ക് 2 എന്നും ജെയ്ക്ക് അവിടെ പിന്നെ എത്രയാണ്
5 വന്നു, എത്ര വാല്യൂ കിട്ടിയില്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഐയും ജെയും കൂടെ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, എപ്പോഴും ഐ ലെസ് ദാൻ ജെ തന്നെയാണെങ്കിൽ ആ എലമെൻറ്റ്സ് നമ്മൾ സ്വാപ്പ് ചെയ്യും. അതായത് അവിടെ നമുക്ക് ആ നമ്മൾ നേരത്തെ 8ഉം 2 ഒക്കെ സ്വാപ്പ് ചെയ്തില്ലേ, അതേപോലെ അവർ തമ്മിൽ സ്വാപ്പ് ചെയ്യും. എന്നിട്ട് ഈ പ്രോസസ്സ് വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ സ്റ്റെപ്പ് പോകുന്നു, വീണ്ടും ഇങ്ങനെ ചെയ്ത് പോകും. എപ്പോഴെങ്കിലും ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യേണ്ടത് എ ഓഫ് ജെയും ലോയും കൂടെ സ്വാപ്പ് ചെയ്യും. അതാണ് നമുക്ക് ലാസ്റ്റ് പിവോട്ട് എലമെൻറ്റ് സോപ്പ് ചെയ്ത് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യും. ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതാണ് നമ്മുടെ അറയ്ക്കകത്തുള്ള എലമെൻറ്റ്സാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം 40യെ പിവോട്ട് എലമെൻറ്റായിട്ട് എടുത്തു. 100 ഹൈയും 40 തന്നെ ലോയും ആക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പാർട്ടീഷൻ ചെയ്യാൻ പോവുകയാണ്. 2 സബ് അറേ ക്രിയേറ്റ് ചെയ്യും. എലമെൻറ്റ് ലെസ്സും എലമെൻറ്റ് ഗ്രേറ്ററും പിവോട്ട് എലമെൻറ്റിനേക്കാളും ഗ്രേറ്റർ ആക്കി എടുക്കും. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്ന, 40 ഐയുടെ വാല്യൂ എടുക്കും. ഐയുടെ വാല്യൂ നേരെ 20യിലേക്ക് വന്നു. അതായത് ഇൻഡെക്സ് 1, ജെയുടെ വാല്യൂ ഇൻഡെക്സ് 8 ആയിട്ട് വന്നു. ഇനി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഐയുടെ വാല്യൂ ആണ് 30 എന്ന് പറയുന്നത്. പിവോട്ട് എലമെൻറ്റ് 40 ആണ്. ദെൻ 20 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇപ്പോൾ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 2ൽ വന്നു. അതായത് 10 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി നമ്മൾ നോക്കും, 10 എന്ന് പറയുന്നത് ലെസ് ദാൻ 40 തന്നെ. സോ വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. 80 കിട്ടി. 80 ഒരിക്കലും 40യേക്കാളും ലെസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കും. അടുത്തെന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്ന് പോയിട്ട് ഫസ്റ്റ് എലമെൻറ്റ് നോക്കും. എ ഓഫ് ജെ പിവോട്ടിനേക്കാളും ഗ്രേറ്റർ ആണ്, 100 ഗ്രേറ്റർ ആണ്. സോ ജെയുടെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്തു. സോ നെക്സ്റ്റ് എലമെൻറ്റ് വന്നു. ജെയുടെ വാല്യൂ ഇപ്പോൾ 7ൽ നിൽക്കുന്നത്, അതായത് 30 ആണ്. 14 എന്ന് പറയുന്നത് 30യേക്കാളും ഗ്രേറ്റർ ആണോ, അല്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ജെയുടെ വാല്യൂയും കിട്ടി, നമ്മുടെ ഐയുടെ വാല്യൂയും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ട, ഇവർ തമ്മിൽ സ്വാപ്പ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ എ ഓഫ് ജെയും എ ഓഫ് ഐയും സ്വാപ്പ് ചെയ്യുക. അതായത് നമ്മുടെ 13ഉം 18 സ്വാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വാപ്പ് ചെയ്തിട്ട് നേരെ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഇതിലോട്ട് പോയി നോക്കി. സ്വാപ്പ് ചെയ്തില്ലേ 13ഉം 18ഉം, ഇവിടെ നോക്കിക്കോണേ നിങ്ങൾ കണ്ടോ, 13ഉം 18ഉം ഇപ്പോൾ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, വീണ്ടും ഐയുടെ വാല്യൂ നോക്കുക. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. 30 എന്ന് പറഞ്ഞാൽ 40യേക്കാളും ലെസ് ആണ്. സോ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 16 40യേക്കാളും ലെസ് ആണോ, അല്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇനി അടുത്ത ജെയുടെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ജെയുടെ വാല്യൂ ഇപ്പോൾ നിൽക്കുന്ന ഏതിലാണ്, 80ലാണ്. 40യേക്കാളും ഗ്രേറ്റർ ആണല്ലോ 18. നെക്സ്റ്റ് ജെയുടെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തതിൽ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത് നമ്മൾ 7 അതിനെ കൂടെ സ്വാപ്പ് ചെയ്യും. കണ്ടോ, 7 16 കിട്ടി. ഇനി നമുക്ക് അത് തമ്മിലായിരിക്കും സ്വാപ്പ് ചെയ്യേണ്ടത്. കാരണം ജെയുടെ വാല്യൂ ലെസ്സായി കഴിഞ്ഞാൽ അത് തമ്മിൽ സ്വാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നോക്ക് 7 16 ആയി മാറി. ഇനി നമ്മുടെ വീണ്ടും നമ്മൾ നോക്കുന്നു. ഐയുടെ വാല്യൂ വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് വരുന്നു. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 7 ലെസ് വാല്യൂ തന്നെ. സോ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 15 ലെസ് വാല്യൂ അല്ല. അപ്പോൾ അവിടെ വെച്ച് ഐ സ്റ്റോപ്പ് ചെയ്തു. അടുത്ത് നമ്മൾ ജെ എന്ന് പറയുന്നത് നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. 16 ഗ്രേറ്റർ വാല്യൂ ആണ്. അടുത്ത ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 15 എന്ന് പറയുന്ന ഗ്രേറ്റർ വാല്യൂ തന്നെ വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്യും. അതിനറിയത്തില്ല, അത് വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 7 കിട്ടി. 7 ലെസ് വാല്യൂ ആണ്. അവിടെ വെച്ച് ജെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഇഫ് ഐ ലെസ് ദാൻ ജെ ആണോ, ഇപ്പോൾ ഐയുടെ ഇൻഡെക്സ് എന്താണ്, 5ഉം ജെയുടെ ഇൻഡെക്സ് 4ഉം ആണ്. ലെസ് ആണോ, അല്ല, ജെ കൂടിപ്പോയി, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ ആണെങ്കിൽ മാത്രമേ ആ ലൂപ്പിലോട്ട് പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യും. ആരൊക്കെ തമ്മിൽ സ്വാപ്പ് ചെയ്യും, എ ഓഫ് ജെ എന്ന് പറഞ്ഞാൽ ആരാ, ഇദ്ദേഹമാണ് അല്ലേ. എ ഓഫ് ജെയും പിവോട്ട് തമ്മിൽ സ്വാപ്പ് ചെയ്യും. അതായത് 14 നമ്മൾ 7ഉം തമ്മിൽ സ്വാപ്പ് ചെയ്തു. 14ഉം 7ഉം തമ്മിൽ സ്വാപ്പ് ചെയ്തപ്പോൾ നമുക്ക് പുതിയ അറേ ഇങ്ങനെ കിട്ടി. ഇതിൽ 40യേക്കാളും ലെസ് ദാൻ ആയിരിക്കും ലെഫ്റ്റ് ഹെഡിൽ, ഗ്രേറ്റർ ദാൻ ആയിരിക്കും റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അറേനെ വീണ്ടും സോർട്ട് ചെയ്യും. 7 to 13 സോർട്ട് ചെയ്യും, 15 to 100 സോർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ജെന്ന് വാല്യൂ കിട്ടി. ഇനി നമ്മുടെ വീണ്ടും ക്വിക്ക് സോർട്ട് 0 to 3. ഇവിടെ 0 മുതൽ 3 വരെ അല്ലേ ഉള്ളൂ. കാരണം 0 1 2 3. അപ്പോൾ അതിനെ സോർട്ട് ചെയ്യണം. അടുത്ത ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നേരത്തെ കാലം 5 തൊട്ട് 8 വരെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 4 എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ കളഞ്ഞു. പിവോട്ട് മിഡിൽ എലമെൻറ്റ് 4 ആയിട്ട് കിട്ടി. 4 + 1 അതായത് 5 6 7 8. ഇതിനെയാണ് ഞാൻ അടുത്ത് സോർട്ട് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ 7നെ ഞാൻ ഈ അറേയെ സോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ആദ്യം ഞാൻ 7 പിവോട്ട് എലമെൻ്റായിട്ട് എടുത്തു. പിവോട്ട് എലമെൻ്റായിട്ട് എടുത്തതിന് ശേഷം ഐ നോക്കുക, ഐ 20 ആണ്. 20 ലെസ് ദാൻ അല്ല. 20 ലെസ് ദാൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ജെയിൽ വരുന്നു. ജെ എന്ന് പറയുമ്പോൾ 30 ആണ്. 30 ഗ്രേറ്റർ ആണ്. 10 ഗ്രേറ്റർ ആണ്. ദെൻ 20യും ഗ്രേറ്റർ ആണ്. ദെൻ ജെ നേരെ ഇവിടെ വരും. 30 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 20യും ഗ്രേറ്റർ ആണ്. ദെൻ ജെ നേരെ 7ൽ വരും. 7 വരുമ്പോൾ ഈക്വൽ ടു വാല്യൂ കിട്ടി. ഈക്വൽ ടു വാല്യൂ വെച്ചാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഐയും ജെയും അങ്ങ് ക്രോസ് ആയി പോയില്ലേ? അപ്പോൾ നമുക്കിനി ഒന്നും ചെയ്യേണ്ട. അത് നമ്മൾ അവിടെ വെച്ച് എന്ത് ചെയ്തു? ഇതിനെ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ. എന്നിട്ട് നമ്മൾ അടുത്തതെന്ന് പറയുന്നത് 20 ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് പിവോട്ട് എലമെൻറ്റ്. ഇനി ഇതിൻ്റെ ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ അറയെ ഞാൻ ഇനി സോർട്ട് ചെയ്യാൻ പോകുന്നു. 20യെ പിവോട്ടായിട്ട് എടുക്കുന്നു. ഐയും ജെയും എടുത്ത് ഇത് ഗ്രേറ്റർ ആണ്. ആദ്യം നമുക്ക് ഐ ഏതായിരിക്കും കിട്ടുന്നത്? ആദ്യം ഐ 10 എന്ന് കിട്ടി, ജെ 13 എന്ന് കിട്ടും. ഇത് ലെസ് തന്നെ, ഇത് ഗ്രേറ്റർ തന്നെ. അപ്പോൾ നമ്മൾ വീണ്ടും ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ജെയും ഐയും ഇങ്ങനെ ആയിപ്പോയി. ദെൻ അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കണ്ടീഷൻ പാസ്സായി. നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വാപ്പ് ചെയ്യും. 20യും 10നെയും കൂടെ സ്വാപ്പ് ചെയ്ത് നമുക്കിത് കിട്ടി. ഇനി നമ്മൾ അടുത്ത നോക്കുമ്പോൾ ഇത് സോർട്ടഡ് അറേ ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് അറയിലോട്ട് പോയി അതിനെ സോർട്ട് ചെയ്ത് ലാസ്റ്റ് എല്ലാത്തിനെയും മെർജ് ചെയ്യും. ഇതാണ് ക്വിക്ക് സോർട്ട്. താങ്ക് യു ആൾ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.